അഭിമാനത്തോടുകൂടി സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, മറ്റു സഹോദരങ്ങൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നഗരസഭാ അധ്യക്ഷ ശ്രീമതി ഷീജ പ്രസാദിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലുള്ള ബഹുമാനായിട്ടുള്ള ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ ചേട്ടൻ, അതോടൊപ്പം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നഗരസഭാ സെക്രട്ടറി, ജീവനക്കാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, പ്രിയപ്പെട്ട മറ്റ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ അതിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭാ തലത്തിലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആഗോളതാപനത്തിൻ്റെയും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു ദുരന്തം ഉണ്ടായതിൻ്റെ ഒരു ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന ഒരു സമയത്താണ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഒത്തൊരുമിച്ച് ഏറ്റെടുക്കേണ്ടതിൻ്റെ ഒരു പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്കറിയാം ഓരോ സ്ഥാപനങ്ങളും അവരുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ പ്രകൃതിയെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിച്ച് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ കൂട്ടായ ശ്രമവും സഹകരണവും നമുക്ക് ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്തവണത്തെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം നമ്മുടെ ചാവക്കാടിൻ്റെ അഭിമാനം കൂടിയായിട്ടുള്ള കാർഗിൽ യുദ്ധഭൂമിയിൽ ഉയർന്നു നിന്ന് പ്രവർത്തിച്ച അതിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച ചാവക്കാട്ടുകാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ബ്രിഗേഡിയർ ശ്രീ സുബ്രഹ്മണ്യൻ ചേട്ടൻ ഈ വേദിയിലെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതിനുശേഷം നമുക്ക് ആദരിക്കൽ ചടങ്ങുകൾ നടത്താം. അദ്ദേഹത്തെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മുടെ 78ാം സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങളോടൊപ്പം ഈ ദിവസം ഈ അവസരം പങ്കിടാൻ എനിക്ക് ഒട്ടേറെ സന്തോഷമുണ്ട്. എന്നെ ഇന്ന് ഇവിടെ ക്ഷണിച്ച് വരുത്തി എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് ഏർപ്പെടുത്തിയതിന് ഞാൻ നഗരസഭ എൻ്റെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. 1952 ഞാൻ ജനിച്ചത്. 15 വയസ്സും വെറും 7 മാസമുള്ളപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ചേരാൻ തീരുമാനിച്ചു. ചേർന്നു. പിന്നീട് അങ്ങോട്ട് 40 വർഷം ഞാൻ ഇന്ത്യൻ ആർമിയിൽ സേവനം ചെയ്തു. അതിനിടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇവിടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും പറഞ്ഞ പോലെ
1999 കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ആ യുദ്ധത്തെ നയിക്കാനായി ഇന്ത്യൻ ആർമി ഏറ്റവും ആദ്യം കാർഗിലേക്ക് പറഞ്ഞയച്ചത് ഈ ചാവക്കാട്ടുകാരനായ എന്നെയായിരുന്നു. കാർഗിൽ യുദ്ധത്തിലെ ഏറ്റവും പ്രശസ്ത യുദ്ധമായിരുന്നു ബാറ്റിൽ ഫോർ പോയിന്റ് 4875. ആ യുദ്ധത്തിന് വേണ്ട എല്ലാ പ്ലാനുകൾ തയ്യാറാക്കിയതും നടപ്പാക്കിയതും ഞാനും എൻ്റെ റെജിമെന്റും കൂടിയായിരുന്നു. 1999 യുദ്ധത്തിലെ ആ സേവനത്തിനെ ആദരിച്ചുകൊണ്ട് 2000 റിപ്പബ്ലിക് ഡേ, അതായത് 2000 ആണ്ടിലെ റിപ്പബ്ലിക് ഡേ ദിവസം നമ്മുടെ രാഷ്ട്രപതി ഡോക്ടർ KR നാരായണൻ എനിക്ക് യുദ്ധസേവാ മെഡൽ സമ്മാനിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ നിന്ന് യുദ്ധസേവാ മെഡലിന് അർഹനായ ഒരേ ഒരു ഓഫീസർ ഞാനാണ്. ഞാൻ ഇത്രയും എന്നെപ്പറ്റി പറയാൻ കാരണം, ഒരു വെറും ചെറ്റക്കുടിയിൽ ജനിച്ച് പ്രീ ഡിഗ്രിക്ക് പോലും പഠിക്കാൻ സാഹചര്യമില്ലാത്ത ഒരു പരിസരത്ത് നിന്ന്, ഒരവസ്ഥയിൽ നിന്ന് രാഷ്ട്രത്തെ സേവിക്കാൻ വേണ്ടി ആർമിയിലേക്ക് ചേർന്നു. ആർമിയിലേക്ക് പോയി 40 വർഷം സേവനം ചെയ്തു. അന്ന് എൻ്റെ മനസ്സിലൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു, എന്തെങ്കിലും ആവണമെന്ന് ജീവിതത്തിൽ. എനിക്ക് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ കുഞ്ഞുമക്കളോടും പറയാനുള്ളത് അതാണ്. ഇന്ന് നിങ്ങളൊരു സ്വതന്ത്ര ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കിന്ന് സ്വപ്നം കാണാനും വളരാനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താവാനും അവസരമുണ്ട്. അപ്പോൾ ആ അവസരങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കണം. നിങ്ങളാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി, നിങ്ങളാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കരുത്ത്. ഞങ്ങൾ ഈ സീനിയർ സിറ്റിസൺസ് ഞങ്ങളാലാവുന്നതെല്ലാം ചെയ്തു. ഇനി ഈ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. അതിനായി നിങ്ങൾക്ക് വേണ്ട കരുത്തുണ്ടാവണം. അതിനായി നിങ്ങൾ പ്രയത്നിക്കണം. നമ്മുടെ ചാവക്കാട് മുനിസിപ്പാലിറ്റിയെ പറ്റി എനിക്ക് എപ്പോഴും അഭിമാനത്തോടു കൂടി മാത്രമേ ഓർക്കാൻ കഴിയൂ. ഞാൻ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യാത്ത സ്റ്റേറ്റുകളൊന്നും തന്നെ ഇല്ല. ആകെ ഒരേ ഒരു സ്റ്റേറ്റിൽ മാത്രമേ ഞാൻ സർവീസ് ചെയ്യാത്തുള്ളൂ. പക്ഷേ ഒരിക്കൽ പോലും ഇത്ര നല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി പറയുകയാണ്. നമ്മുടെ ചാവക്കാടിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ നമ്മുടെ ചാവക്കാട് മുനിസിപ്പാലിറ്റി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും പ്രശംസനീയമാണ്. അതിന് കാരണം നമ്മളുടെ ഈ നഗരസഭയിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ്സും ഇവിടുത്തെ സ്റ്റാഫും മറ്റുള്ള എംപ്ലോയീസും, ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ചെയർപേഴ്സൺ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം ക്ലൈമറ്റ് ചേഞ്ചാണ്. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ചാവക്കാട് നഗരസഭ അതിന് വേണ്ടതായുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. വരും ദിവസങ്ങളിൽ നമ്മൾ പുരോഗതിയിലേക്ക് കിടക്കട്ടെ. വളരെ വിലപ്പെട്ട്, വളരെ കഷ്ടപ്പെട്ട്, ഒട്ടേറെ വില കൊടുത്ത് നമ്മൾ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം എന്നെന്നും കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് സംഗതി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളുമായി ഈ അവസരം പങ്കിടാൻ എനിക്ക് അവസരം തന്ന ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ അംഗങ്ങളോടും, പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടനായ ചന്ദ്രേട്ടൻ്റെ മകളും നമ്മുടെ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഇന്നത്തെ ചെയർപേഴ്സണും കൂടിയായ ഷീജ പ്രശാന്തിനോടുള്ള എൻ്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. അടുത്തതായി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ അവർകളെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സണെ ക്ഷണിക്കുന്നു.
പ്രിയമുള്ളവരെ, നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ സമാപനം എന്ന നിലയിൽ ഹർ ഘർ തിരംഗ ഗാനത്തിന് ശേഷം അവസാനിക്കും. ഹർ ഘർ തിരംഗ ഗാനം. तिरंगा हर घर तिरंगा घर घर तिरंगा रट घर तिरंगा घर घर तिरंगा रट घर तिरंगा आसमान को पाना है, आसमान से आगे जाना है। नए भारत की नई कहानी अब आसमां को सुनाना है। गर्व है इस तिरंगे पर, सारे जहां को ये दिखाएंगे। अमृत काल मनाएंगे, तिरंगा लहराएंगे। तिरंगा इंडिया झंडा मागे मागेगू त्रिवर्णा केसरिया रंग है क्या? ये रंग मेरी शक्ति का है, ये रंग मेरी ताकत का है, ये रंग देश के दावे पे सजा। श्वेत है क्या? रंग सत्य का है, ये श्वेत रंग शांति। ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആദ്യം തന്നെ അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ വയനാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിവിപുലമായ ചടങ്ങുകളില്ലാതെയാണ് നമ്മൾ ഈ സംഘാടനം നടത്തിയെങ്കിലും ബഹുമാനപ്പെട്ട സുബ്രഹ്മണ്യ സാറിൻ്റെ ഒരു പ്രസൻസോടുകൂടി ഇത് ഒരു മഹത്തരമായിട്ടുള്ള ചടങ്ങായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷൻ പദം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉൾപ്പെടെ വൈസ് ചെയർമാൻ, നമ്മുടെ വിശിഷ്ടാതിഥി ഉൾപ്പെടെ പ്രത്യേകിച്ച് ഈ യോഗത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നതാണ്. നമസ്കാരം. ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.